അനുപമേ, ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൈസ എങ്ങനെ ചെലവാക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ലോട്ടറി എടുത്താൽ മുതൽ പ്ലാനിങ് ആണ് അല്ലെ. ഇപ്പൊ ഓണം ബമ്പറൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വൻ പ്ലാനിങ് കഴിഞ്ഞ് നഷ്ടബോധത്തിലിരിക്കുന്ന പലരും നമ്മുടെ ഭാഗത്തുണ്ടാവും. ഇപ്പൊ അടുത്താണ് വിഷു ബമ്പർ, അല്ല തെറ്റിപ്പോയതാണ്, ഓണം ബമ്പർ അല്ല പൂജാ ബമ്പർ അല്ലേ അടിച്ചതൊക്കെ. അനുപമ, ഈ ലോട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യ പരീക്ഷണമാണ്. നമ്മളെല്ലാവരും ഈ ഓണം ബമ്പറൊക്കെ വരുമ്പോൾ വളരെ പ്രതീക്ഷയോടെ ലോട്ടറി എടുക്കും, എന്നിട്ട് വൻ പ്ലാനിങ് ചെയ്യും. 25 കോടി ഇത്ര രൂപ ഇത്ര ആൾക്ക് ഇങ്ങനെയൊക്കെ വെച്ച് ഫുൾ സെറ്റ് ആവും. പക്ഷെ അടിക്കില്ല, ഏതെങ്കിലും ഒരു ഭാഗ്യവാൻ മാത്രമാണ് ലഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗ്യവാന് അദ്ദേഹം എങ്ങനെ ഈ പൈസ വിനിയോഗിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായി നമ്മൾ കാണുന്ന വാർത്തകളാണ്. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് ഈ പൂജാ ബമ്പറിന് റിസൾട്ട് വന്നതിന് ശേഷം 15 കോടി സ്വന്തമാക്കിയ ഒരു കൊല്ലംകാരനുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലെ വാതിലുകൾ അല്ലെങ്കിൽ വീടിന്റെ കവാടം തുറന്നിട്ടിരിക്കുകയാണ്, ആർക്കും സഹായത്തിന് വേണ്ടി എത്തിച്ചേരാം എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ പറയാ, വ്യത്യസ്തനായി നിൽക്കുകയാണ് അദ്ദേഹം ഇത്തരം ചെയ്തുകൊണ്ട്. അനുപമ വാർത്ത കണ്ടിരുന്നു? യെസ്, ഞാൻ കണ്ടിരുന്നു. അത് ആക്ച്വലി വീടിന്റെ കവാടം തുറന്നിട്ടിരിക്കുകയല്ല, അയാൾ വീടിന് ഗേറ്റ് വെച്ചിട്ടില്ല. ഓക്കെ, ഏറെ വ്യത്യസ്തനാണ് അയാൾ. സാധാരണ ആൾക്കാർ നമ്മൾ കാണാറില്ലേ, ലോട്ടറി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ഒരു ജനപ്രവാഹമായിരിക്കും. ആളുകൾ ഒരുപാട്, അത് എന്താ പറയാ, ആളുകൾ വെറുതെ പൈസ വാങ്ങാൻ വരികയാണെന്നുള്ളതിലുപരി ആളുകൾക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്താ പറയാ, ഈ ലോട്ടറി അടിച്ച ആൾക്ക് പിന്നീട് സ്വസ്ഥതയും സമാധാനവും ഇല്ല എന്നുള്ളതാണ്. അയാൾക്ക് സമാധാനമായിട്ടുള്ള ഒരു ഉറക്കം പിന്നീട് അങ്ങോട്ട് ലഭിക്കുന്നില്ല. യുവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ് എന്ന് പറഞ്ഞ പോലെ ഭാഗ്യത്തിനൊപ്പം കഷ്ടപ്പാടുകളും കൂടിയാണ്, സമാധാനക്കേടും കൂടിയാണ് അതിനൊപ്പം ഒരു പാക്കേജ്. അല്ലെങ്കിൽ നമ്മൾ പണ്ടേ പറയൂല്ലോ, പൈസ കയ്യിലുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല, പൈസ ഇല്ലാത്തവൻ സമാധാനമായിട്ട് ഉറങ്ങാം എന്ന് പറയും. അതേപോലെയാണ് ആളുകൾ വന്ന് വരി നിൽക്കുക. നമുക്ക് ഇവരെ ഡീൽ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് നമുക്ക് എന്റെ പൈസ ഇല്ല ചേട്ടാ അല്ലെ ചേച്ചി എന്ന് പറയാൻ പറ്റില്ല. അവരെ അല്ലെങ്കിൽ പിണക്കി പറഞ്ഞയക്കാൻ പറ്റത്തില്ല. എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര മനോവൈഷമ്യം നേരിടും ഇവരായിട്ട്. അതെ അതെ. പക്ഷെ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ആളുകളെ ഡീൽ ചെയ്യാനൊക്കെ പൊതുവെ ആളുകൾ ഭയങ്കര പ്രയാസപ്പെടുന്നതാണ് നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ളത്. പക്ഷെ ഈ പൂജാ ബമ്പർ അടിച്ചിട്ടുള്ള 12 കോടിയാണ് അദ്ദേഹത്തിന് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പൈസ, അത്രയും പൈസ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇതേ പരിപാടി അദ്ദേഹത്തിന്റെ വീട്ടിലും സംഭവിക്കാവുന്നതാണ്. ആളുകൾ വരും, ആവശ്യങ്ങൾ ചോദിക്കും. പക്ഷെ അപ്പം ബാക്കി എല്ലാവരെയും പോലെ അല്ല അയാൾ. ആ ആള് ബാക്കി ജനങ്ങളോട് പെരുമാറി എന്നുള്ളതാണ്. അദ്ദേഹം ഗേറ്റ്, സാധാരണ ആളുകൾ ഗേറ്റ് കുറ്റിയിട്ട് വീടിനകത്ത് ഇരിക്കും, അയാൾ ഗേറ്റ് പോലും വെച്ചിട്ടില്ല വീടിന് എന്നുള്ളതാണ്. അദ്ദേഹം പുതിയ വീട് വെച്ചതായിരിക്കാം, മേ ബി, അറിയില്ല എനിക്ക്, ആ പൈസ കിട്ടിയതിന് ശേഷം. അപ്പം ആ വീടിന് അയാൾ ഗേറ്റ് വെച്ചില്ല. ആർക്കും എപ്പോൾ വേണേലും കയറി വരാം, ആർക്കും എന്ത് സഹായം വേണേലും പറയാം, തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ ഞാൻ വായിച്ച സമയത്ത് അതിനകത്ത് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ, അദ്ദേഹം തന്നെ എഴുതിയൊരു കുറിപ്പ് അതിനകത്തുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഇദ്ദേഹം ആളുകളെ സഹായിച്ച്, അതായത് ഉള്ളത് കൊണ്ട് ഓണം പോലെ, ഓണം പോലെ എന്നുള്ള പോലെ, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് എന്താ പറയാ, നമ്മുടെ ചുറ്റിലുള്ളവരെയും എനിക്ക് എന്താണോ ഉള്ളത് അത് അവർക്കും കൂടെ കൊടുത്ത്, നമ്മൾ പറയല്ലോ 5 അപ്പം കൊണ്ട് 5000 പേര് ഊട്ടിയവനാണ് യേശു ക്രിസ്തു എന്ന് പറയുമല്ലോ. അതേപോലെ എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പൂർണ്ണമായും നല്ല അവരെ കൂടെ സന്തോഷിപ്പിക്കാൻ പാകത്തിന് വീതിച്ച് നൽകുക, അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെയും കൂടെ ചേർത്ത് പിടിക്കുക. ഈ രീതിയിലായിരുന്നു അയാൾ ചെറുപ്പം മുതലേ ജീവിച്ചു വന്നിരുന്നത്. അപ്പം എന്താ പറയാ, സൗഭാഗ്യം എന്ന നിലയ്ക്ക് അയാൾക്ക് ലോട്ടറി അടിക്കുന്നു. അപ്പോഴും അയാൾ ആ ഒരു സ്വഭാവം മറക്കുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ ചുറ്റിലുള്ള ആളുകളെ മറക്കുന്നില്ല. അയാളുടെ മുൻപുണ്ടായിരുന്ന ഒരു എന്താ പറയാ, ദാനധർമ്മിഷ്ടമായ ആ ഒരു സ്വഭാവം അയാൾ കൈവെടിയുന്നില്ല. അപ്പോഴും ആളുകളെ ചേർത്ത് പിടിക്കുന്നു. അപ്പോഴും ആവശ്യങ്ങളുമായി വരുന്ന ആളുകൾക്ക് അയാളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നു. അയാൾ തന്നെ പറയുന്നുണ്ട് അയാളുടെ കുറിപ്പിൽ, ഒരുപാട് പേർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും ഞാൻ തിരിച്ചു തരും, എന്നെ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടിൽ എന്നെ സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ട് പോയിട്ടുള്ള പലരും ആ പൈസ പിന്നീട് തിരിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നിർമ്മൽ പാലാഴിയുടെ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പൈസ ഇതേപോലെ ഞാൻ പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ തുക അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് കടമായി വാങ്ങുന്നു. പിന്നീട് ഒരു വിവരവും ഇല്ല. അപ്പൊ ആ സംഭവത്തെ തുടർന്ന് അദ്ദേഹം എന്താ പറഞ്ഞത്, ആ നടൻ, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള എൻ്റെ ആ ഒരു മനസ്സ് എനിക്ക് നഷ്ടമായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തോട് ഈ പൂജാബമ്പർ അടിച്ചിട്ടുള്ള ഈ ഒരു മനുഷ്യന്റെ അടുത്ത് ആളുകൾ പലവട്ടം ഈ രീതിയിൽ ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ ആ മനസ്സ് മാറിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അയാൾ ഇപ്പോഴും ആളുകൾ ആവശ്യങ്ങൾ ഉന്നയിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ആവശ്യങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് അപേക്ഷിച്ച് വരുമ്പോൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് ദിസ് ഇസ് ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റും എന്ന് തോന്നുകയാണ്. ഇപ്പോഴും അദ്ദേഹം സഹായിക്കാറുണ്ട് എന്നാണ് നമുക്ക് ആ കുറിപ്പിൽ വായിച്ച പറയാം. നമ്മളിപ്പോ 2-3 വർഷങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു ഓണം ബമ്പർ അടിച്ച ഒരു ചേട്ടൻ കരഞ്ഞുകൊണ്ടൊരു ലൈവ് വന്നത് നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും.
കാരണം അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല, എല്ലാവരും പൈസ ചോദിച്ചുകൊണ്ടുള്ള വരവാണ്, എനിക്ക് എങ്ങനെയാണ് എല്ലാവരെയും സഹായിക്കാൻ പറ്റുക. അത് ആ ചേട്ടൻ്റെ അവസ്ഥയായിരിക്കാം, ആ ചേട്ടൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയില്ല. ഇദ്ദേഹത്തെ പോലെ ആയിരിക്കണം എന്നില്ല അദ്ദേഹം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ഇപ്പം ഇദ്ദേഹം പറയുന്നുണ്ട് ചില ദിവസങ്ങളിൽ ഇത്ര ആൾക്കാർ വരും. ഇദ്ദേഹത്തിനെ കാണാൻ വരുന്ന ആളുകളുടെ എണ്ണം എനിക്ക് ആ ഓണം ബമ്പർ അടിച്ച ചേട്ടനേക്കാൾ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. കാരണം ഈ ഓണം ബമ്പർ അടിച്ച ചേട്ടൻ വല്ലാത്ത ബുദ്ധിമുട്ടിലായിട്ടാണ് അന്ന് ആ ലൈവ് വരുന്നത്. കാരണം ഒരാൾ കരഞ്ഞുകൊണ്ട് ലൈവ് വരിക, ഇത്രയും പൈസ കയ്യിൽ കിട്ടി അത്രയും സന്തുഷ്ടനായിരിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ലൈവ് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അദ്ദേഹം എന്നിട്ട് ഇപ്പോൾ സ്വന്തമായി ഒരു ലോട്ടറി കാർഡ് ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പൂജാ ബമ്പറിന്റെ ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ദാനം ചെയ്യുക എന്ന് പറയുന്നത് നല്ല കർമ്മമാണ്. എന്നുവെച്ചാൽ നമ്മൾ പറയും ദാനാൽ ധർമ്മം തത് സുഖം എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് തന്നെ. അപ്പോൾ ഈ ദാനം ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കൊടുക്കുന്നത് വലിയൊരു മനസ്സാണ്. അത് നമ്മൾ മനസ്സിലാണ്. ഇപ്പോൾ ഈ 12 കോടി കൊണ്ട് ആ ചേട്ടൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഈ 12 കോടി മൊത്തം ആ ചേട്ടന് കിട്ടുന്നില്ല, ഒന്നാമത്തെ കാര്യം. അതിൽ ഇനിയിപ്പോൾ ടാക്സും തേങ്ങി മാങ്ങിയും ഒക്കെ പോയി പുള്ളിക്ക് കിട്ടുന്ന തുക അത്രയല്ല. അത് കഴിഞ്ഞിട്ട് ആ പുള്ളിക്ക് കിട്ടുന്ന തുകയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെതായ ആവശ്യങ്ങളുണ്ടായി. നമ്മൾ അദ്ദേഹത്തിന്റെ വീടൊക്കെ കാണുമ്പോൾ അത്രത്തോളം ഒരു റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനൊന്നും അല്ല, ഒരു സാധാരണക്കാരനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിൻ്റെതായ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വീടിന്റെ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ആവശ്യങ്ങൾ. ഒബ്വിയസ്ലി നാട്ടുകാർ വരുന്നതിന് മുൻപേ നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മളോട് സഹായങ്ങൾ ചോദിക്കും. അപ്പോൾ അവരെ സഹായിക്കാൻ ഇപ്പോൾ അനുപമ ഒരു ലോട്ടറി എടുക്കുകയാണെങ്കിൽ ഞാൻ പറയും എനിക്ക് 12 കോടി അടിച്ചാൽ 2 ലക്ഷം രൂപ എനിക്ക് തരണം. നമ്മൾ തമാശക്കാണെങ്കിൽ നമ്മൾ പറയും. ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ അവരൊക്കെ സഹായിക്കേണ്ടി വരാം. എന്നിട്ടും പുറത്തുനിന്നുള്ള ഒരാൾ സഹായം ചോദിച്ചു വരുമ്പോൾ അത് കൊടുക്കാൻ കാണിക്കുന്ന മനസ്സ്, അല്ലെങ്കിൽ അതിനെ എന്താ പറയുക അരോചകമായി ഡീൽ ചെയ്യാതെ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുന്ന മനസ്സെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരാളെ കാണാൻ പറ്റുക എന്ന് പറയുന്നതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിന് മുകളിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആളുകൾ ലോട്ടറി എടുക്കുന്നത്, പല ടൈപ്പ് ഓഫ് ആളുകൾ ലോട്ടറി എടുക്കുന്നുണ്ട്, പല ഇന്റൻഷൻസ് വെച്ചെടുക്കുന്നവരുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാർ ആയിട്ടുള്ള ആളുകൾ ലോട്ടറി എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉള്ള പൈസയിൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒരു എന്താ പറയുക, അവർ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയായിട്ടാണ് ലോട്ടറി എടുക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു വിട്ടേ ഒന്ന് കരകയറാൻ, ഈ ദുരിതത്തിൽ നിന്ന് കരകയറാൻ, അല്ലെങ്കിൽ ഒരു പ്രത്യാശയായിട്ടാണ് ലോട്ടറി എടുക്കുന്നത്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് വിടുന്ന സാധാരണക്കാരുള്ള നാടാണ് നമ്മുടേത്. അവിടെ അവർ ലോട്ടറി എടുക്കുന്ന ഒരിക്കലും അത്യാഗ്രഹം കൊണ്ടല്ല, അല്ലെങ്കിൽ അതിമോഹം കൊണ്ടല്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് എന്താ പറയുക രക്ഷപ്പെടണം. ഇപ്പൊ കഷ്ടപ്പാടുന്ന് എല്ലാ കാലവും ജനിച്ച് വീണ മുതൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രായം മുതൽ എന്താ പറയുക ഒരു കുടുംബം പിന്നെ ഒരു മക്കളായി കുട്ടികളായി അവരുടെ പ്രായമാവുന്നു, അവർക്കൊന്നും ഒരു സുഖ സന്തോഷങ്ങൾ കൊടുക്കാൻ പറ്റാതെ വരിക, അതൊക്കെ ഒരാൾക്ക് ഭയങ്കര വിഷമം വരുന്ന കാര്യമാണ്. അപ്പോഴാണ് എന്തെങ്കിലും ഒരു വഴി എന്ന് വരുമ്പോഴാണ്, കാരണം ഇവർക്ക് വേറെ വരുമാന മാർഗം നേടാൻ വേറെ വഴികളില്ല, അവരൊക്കെ ലിമിറ്റഡ് വിദ്യാഭ്യാസം ഉള്ള ആളുകളും ഒക്കെയാണ്. അപ്പോൾ അവരെ കായികാധ്വാനം വെച്ച് ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് കൊണ്ട് എവിടെ എത്തുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് അവർ ലോട്ടറി എടുക്കുന്നത്. അപ്പം ആ ലോട്ടറി അടിച്ച് കിട്ടുന്ന പൈസയ്ക്ക് ആളുകൾ എന്താ പറയുക, ഞാൻ കണ്ടിട്ടുണ്ട് പലരും എന്താ പറയുക ഇത് സർക്കാരിൽ നിന്ന് കിട്ടുന്ന പൈസയില്ല, അതിൽ ഞങ്ങൾക്കും അവകാശമുണ്ട് എന്ന പേരിൽ പോയി പൈസ ചോദിക്കുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അത് തെറ്റായ ഒരു പ്രവണതയല്ലേ? അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയതാണ്. കാരണം നമ്മളെല്ലാവരും ലോട്ടറി എടുക്കാറില്ലേ, നമുക്കൊക്കെ കിട്ടിയോ? ഇല്ല, അത് അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയത്. സർക്കാർ കൊടുക്കുന്ന പൈസയാണ്, നമ്മളെ നികുതി പണമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ലോട്ടറി എടുക്കുമ്പോൾ അത് വ്യക്തമാണല്ലോ, ആ പൈസ ഒരാൾക്ക് മാത്രമേ ലഭിക്കുള്ളൂ, അത് അദ്ദേഹത്തിന് മാത്രം അർഹതപ്പെട്ടതാണ്, അല്ലാതെ സമൂഹ സേവനത്തിനൊന്നും കൊടുക്കുന്ന പൈസയൊന്നുമല്ല. ഈ 12 കോടി ഞാൻ നിനക്ക് തരാം, നീ ബാക്കിയുള്ളവരൊക്കെ നോക്കുന്നതുകൊണ്ട് സർക്കാർ കൊടുക്കുന്നതല്ലല്ലോ. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുള്ള പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അത് അടിച്ചത് അദ്ദേഹത്തിന്റെ സമയം ആദ്യമായി എടുത്തിട്ട് അടിക്കുന്നതല്ല, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ. അതെ, ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ലോട്ടറി എടുത്ത് കൂട്ടി എത്രയോ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു എന്താ പറയാ തൂക്കി വിറ്റുണ്ടെങ്കിൽ അതിലേറെ പൈസ കിട്ടും. നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാറ്, ചില ആൾക്കാർ എടുത്തു വെച്ച ലോട്ടറികളുടെ ചാക്ക് കണക്കിന് ലോട്ടറികൾ. പിന്നെ ചില ആൾക്കാരുണ്ട് ഈ ചെറിയ തുകകൾ അടിക്കുമ്പോൾ, എന്ന് വെച്ചാൽ 5000 രൂപയൊക്കെ അടിക്കുമ്പോൾ, ഒരു അവസാനത്തെ 5 പേർക്ക് 5000 അങ്ങനെയൊക്കെ വരുമ്പോൾ 5000 രൂപയൊക്കെ അടിക്കുമല്ലോ. ഈ 5000 രൂപയിൽ 2000-3000 രൂപയ്ക്ക് വീണ്ടും ലോട്ടറി എടുക്കുന്നവരുണ്ട്. കാരണം അവർക്ക് ഒരു പ്രതീക്ഷയാണ്, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു ദിവസം ഭാഗ്യം തന്നെ തേടി വരും, അന്ന് ആ ഭാഗ്യം കിട്ടും എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഉള്ളത് കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോട്ടറി അടിച്ചു, ഇപ്പോൾ ഈ കോടികളുടെ കണക്ക് നമുക്ക് മാറ്റിക്കും, 2-3 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. മേ ബി അദ്ദേഹത്തിന് ആവശ്യമുള്ളത് 1 ലക്ഷം രൂപയായിരിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ഭാവിയിലേക്ക് അതിനെ സേവ് ചെയ്യുന്നതിലുപരി തന്നെ ചുറ്റുമുള്ളവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഈ 12 കോടി ഇദ്ദേഹത്തിന് ലഭിച്ചു, ഇതിൽ ചിലപ്പോൾ 1 കോടിയോ 2 കോടിയോ അദ്ദേഹത്തിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് അദ്ദേഹത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാം. അദ്ദേഹം അത് ചെയ്യുന്നുണ്ടായിരിക്കാം. ബാക്കി പൈസ അദ്ദേഹം പൊതുജനങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മാതൃകയാക്കേണ്ട. ഇദ്ദേഹം ഇപ്പൊ നമ്മൾ സംസാരിച്ച് തുടങ്ങിയ ആളുണ്ടല്ലോ, അതായത്
12 കോടി പൂജാ ബമ്പർ അടിച്ച ആള്, അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഈ ഒരു, അല്ലെങ്കിൽ അദ്ദേഹം ജീവിക്കുന്നത് ആ തുക കിട്ടിയതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഈ ഒരു പാതയിലാണ്. കാരണം അദ്ദേഹം എന്താ പറയാ, ഒരു ഫാം അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ഒരു ഫാം വാങ്ങുകയോ ഉണ്ടാക്കുകയോ ചെയ്ത് അതിൽ കന്നുകാലികളെ വളർത്തുന്നു. അത് കഴിഞ്ഞ് കുറച്ച് പൈസ അദ്ദേഹം ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടിട്ട് അതിൻ്റെ അകത്തുനിന്നുള്ള ഒരു തുക വെച്ചിട്ട് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി പൈസ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറയുന്നത് ആളുകൾ ആവശ്യങ്ങളുമായിട്ട് വരുമ്പോൾ എനിക്ക് അവരെ കൈയൊഴിയാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ കാരണം ഒരിക്കൽ മേ ബി നമ്മളും ഇങ്ങനെ ഒരു ആവശ്യമായി മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടി നിന്നിട്ടുണ്ടായിരിക്കാം. അന്ന് നമ്മളെ സഹായിക്കാൻ നിൽക്കേണ്ടി വരും പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു പ്രളയമോ വീണ്ടും ഒരു കോവിഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ മനുഷ്യന്റെ സാമ്പത്തിക ശേഷിയല്ല. അപ്പൊ അത്തരത്തിലൊരു സമയത്ത് ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ പോകുന്നത് ഇന്ന് നമ്മളെ സഹായിച്ച ആരെങ്കിലും ആയിരിക്കാം. അതുകൊണ്ട് നമുക്ക് ഒരാളോട് സഹായം കൊടുക്കുമ്പോൾ ഭാവിയിൽ ആ കർമ്മം നല്ല കർമ്മമായി നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ പറയാറുണ്ട്. കർമ്മ ഈസ് എ ബൂമറാങ്ക് എന്നൊക്കെ നമ്മൾ പറയും. അത് ചീത്ത കാര്യങ്ങളിൽ മാത്രമല്ലല്ലോ, നല്ല കാര്യങ്ങളിലും ഉണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർമ്മം അതുപോലെ തിരിച്ചു കിട്ടും. ഇന്ന് നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുത്തതിന് നാളെ നമുക്കൊരു നേരം ഭക്ഷണം ഇല്ലാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾ വാങ്ങിത്തരുമായിരിക്കാം. അതൊക്കെ നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങളായിട്ട് അതിനെ കാണുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സാധാരണക്കാർ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചു, പൈസ കിട്ടി, അദ്ദേഹം സഹായിക്കാൻ സന്നദ്ധനാണ്, പൈസ കൊടുക്കാൻ തയ്യാറാണെന്ന് വെച്ച് അദ്ദേഹത്തെ ദുരുപയോഗം ചെയ്യാതിരിക്കുക, അല്ലാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അദ്ദേഹം അർഹിക്കുന്നവർക്ക് പൈസ കൊടുക്കട്ടെ. അതിന്റെ അവിടെ പോയി ഇപ്പൊ നേരത്തെ നിർമ്മൽ പാലായുടെ കാര്യം പറഞ്ഞു, അതുപോലെ പറ്റിക്കുന്ന പരിപാടികളൊക്കെ ഉപേക്ഷിക്കുക. കാരണം ഒരു മനുഷ്യൻ നാട്ടിന് നല്ലത് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. ഇത്തരത്തിലുള്ള എന്താ പറയാ, ചീറ്റിങ്ങോ അല്ലെങ്കിൽ പൈസ തട്ടിയെടുത്തിട്ടോ, ചിലപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടൊന്നും ആവില്ല പൈസ കൊടുക്കുന്നുണ്ടാവുക, എന്നാലും അങ്ങനെ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് കൊടുക്കാതിരിക്കുക, വാക്ക് കൊടുത്ത് വഞ്ചിക്കാതിരിക്കുക എന്നതാണ്.